എംപ്ലോയർ ലൈവ് ജോബ് പോർട്ടലിൽ ഒരു കമ്പനി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ഒരു ജോബ് പോസ്റ്റ് ചെയ്യാം എന്ന കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. employerlive.com. ഓക്കെ, അപ്പോൾ നമ്മൾ സൈറ്റിൽ കയറുന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്ഷൻ കാണാം, എംപ്ലോയീസ് ഉണ്ട്. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളതാണ്. എംപ്ലോയീസ് ആണ് കമ്പനികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇവിടെ വന്നിട്ട് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. അതല്ല, ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ആദ്യം ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കമ്പനിയുടെ പേര്, ഏത് ഇൻഡസ്ട്രിയാണ്, എഡ്യൂക്കേഷനാണ്, പിന്നീട് ചോദിക്കുന്നത് എന്നാണ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. കൃത്യമായി ഡേറ്റ് അറിയെങ്കിൽ കൊടുക്കുക, കാരണം അത് നോട്ട് മാൻഡേറ്ററി ആണ്. പിന്നീട് രജിസ്ട്രേഷൻ നമ്പർ, കമ്പനിക്ക് GST നമ്പറോ അല്ലെങ്കിൽ ലൈസൻസ് നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ തൽക്കാലം ടെസ്റ്റ് നമ്പർ എന്തെങ്കിലും കൊടുത്തിടുക. കമ്പനിയുടെ ഓണറിൻ്റെ പേര് അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. നിർബന്ധമില്ല, അറിയുമെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് മെൻഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ അത് വിട്ടേക്കുക. പിന്നീട് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യാം. മെയിൽ ഐ ഡി മാൻഡേറ്ററി ആണ്, അതിനകത്ത് ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. അതാണ് നമ്മുടെ യൂസർ ഐ ഡി. പിന്നീട് നമ്മുടെ ഓഫീസ് നമ്പർ, പിന്നീട് ചോദിക്കുന്ന കമ്പനിയുടെ അഡ്രസ്സാണ്, പിന്നെ ഏത് സ്റ്റേറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നു, നാഷണാലിറ്റി, പിൻകോഡ്, HR നെയിം 1, 2. അപ്പോൾ 2 HR ഡീറ്റെയിൽസ് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഈ സൈറ്റ് യൂസ് ചെയ്യാനായിട്ട് ഒരു പാസ്വേഡും യൂസ് ചെയ്യാം. ഞാൻ ഫോൺ നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ചില സമയങ്ങളിൽ സംതിങ് വെൻറ്റ് റോങ് എന്ന് കാണിക്കും. ഏതെങ്കിലും ലൈൻ ഫില്ല് ചെയ്യാതെ വരുമ്പോഴൊക്കെയാണ് ആ ഇഷ്യൂസ് കാണിക്കുക. ഇപ്പോൾ പ്രോബ്ലംസ് ഒന്നുമില്ല, രജിസ്ട്രേഷനായി. നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. പേ നൗവിൽ ക്ലിക്ക് ചെയ്യുക. പേ നൗവിൽ ക്ലിക്ക് ചെയ്താൽ നേരെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. നമുക്കിവിടെ കാർഡ്സ്, അതായത് ATM കാർഡോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഏതെങ്കിലും വെച്ച് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, UPI ഇങ്ങനെ വേണം പേയ്മെൻറ്റ് അടയ്ക്കുക. ഓക്കെ, പേയ്മെൻറ്റ് എല്ലാം അടച്ച് ക്ലിയർ ആയതിനു ശേഷം നമ്മൾ വീണ്ടും ലോഗിൻ കൊടുക്കുക. വീണ്ടും ലോഗിൻ കൊടുക്കാനായിട്ട് എംപ്ലോയർ ലൈവിലേക്ക് പോവാം. employerlive.com. ഓക്കെ, പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയവർക്ക് നമുക്കിത് ലോഗിൻ ചെയ്യാൻ പറ്റും. വീണ്ടും നമ്മളിവിടെ എംപ്ലോയർ ലോഗിൻ ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ നമ്മുടെ യൂസർ ഐ ഡി എന്ന് പറയുന്നത് മെയിൽ ഐ ഡി ആണ്. ഓക്കെ, പാസ്വേഡ്, ഫോൺ നമ്പർ എല്ലാം ഇപ്പോൾ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത്. ലോഗിൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൈറ്റ് ലോഗിൻ ആയതിനു ശേഷം നമ്മുടെ കമ്പനിയുടെ ലോഗോ ഉണ്ടെങ്കിൽ ഒന്ന് ലോഗോ അപ്ലോഡ് ചെയ്യാം. ലോഗോയിൽ ക്ലിക്ക് ചെയ്യാം, ചൂസ് ഫയൽ എടുക്കുക, ഇവിടെ മീഡിയ പിക്കറിൽ എടുക്കുക, നമ്മുടെ ലോഗോ അപ്ലോഡായി, സേവ് ചേഞ്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലോഗോയും ക്ലിയറായി. അതിനുശേഷം നമ്മൾ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, ഡാഷ്ബോർഡ് ഇതാ. ഇവിടെ പോസ്റ്റ് നൗ അല്ലെങ്കിൽ പോസ്റ്റൽ ജോബ്, അലർട്ട്, എംപ്ലോയി ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അതിൽ പുതിയതായിട്ട് ജോബ് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? പോസ്റ്റ് നൗ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പേയ്മെൻറ്റ് പെൻഡിങ് ആയതുകൊണ്ടാണ്. ആ പേയ്മെൻറ്റ് ഒന്ന് ആദ്യം ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, പേയ്മെൻറ്റ് ക്ലിയർ ചെയ്താകുമ്പോഴാണ് നമുക്കത് ഇതിലേക്ക് പോകാൻ പറ്റുക. രജിസ്ട്രേഷൻ, പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അടച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാറ്റഗറി വൈസ് വരും. നമ്മുടെ കമ്പനി കാറ്റഗറി വന്ന് എഡ്യൂക്കേഷൻ എടുത്തു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഏത് പോസ്റ്റാണ്, അപ്പോൾ ജോബ് ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഫില്ല് ചെയ്തു. ജോബ് ടൈറ്റിലും പൊസിഷനും നമുക്ക് ഹെഡിങ് തന്നെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ജോബ് ഡീറ്റെയിൽസിൻ്റെ അവിടെ നമ്മുടെ പോസ്റ്റിനെ കുറിച്ചും അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏതാ വേണ്ട, എക്സ്പീരിയൻസ് വേണോ, ജോബ് ലൊക്കേഷൻ എവിടെയാണ്, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പറോ അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഡേറ്റ് വിത്ത് അഡ്രസ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ അവിടെ കൊടുക്കാം. അതിനുശേഷം സാലറി നോൺ മാൻഡേറ്ററി ആണ്, പറ്റുവാണെങ്കിൽ നമുക്കത് കൊടുക്കാം. എത്രയാണോ ഉദ്ദേശിക്കുന്നത് ആ സാലറി അവിടെ മെൻഷൻ ചെയ്യാം. കൺട്രി വേണമെങ്കിൽ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കൺട്രി കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു. അതിനുശേഷം ജോബ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? ഓക്കെ, കോങ്ങാട്, പാലക്കാട് കൊടുത്തു. ഈ പരസ്യം എത്ര നാൾ ജനങ്ങൾ കാണണം? നമുക്ക് ഈ 31-ാം തീയതി വരെ കണ്ടാൽ മതി. ഓക്കെ, 31-ാം തീയതി വരെ നമ്മൾ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്തു. ഈ 31-ാം തീയതിക്ക് ശേഷം നമ്മുടെ സൈറ്റിൽ നിന്ന് നിങ്ങളുടെ അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ലാപ്സായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയ് 31-ാം തീയതി വരെ കൊടുത്തു. എന്നിട്ട് സേവ് ചേഞ്ച് കൊടുത്തു. ഇവിടെ 2-3 ഓപ്ഷൻ കൂടെ ഉണ്ട്. വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ സേവ് ചേഞ്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ജോബ് അവിടെ പോസ്റ്റായി. അപ്പോൾ പോസ്റ്റൽ ജോബ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ചെയ്യുന്നത് വഴി അവിടെ ഹയർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹയർ നൗവിൽ നിന്ന് നമുക്ക്
ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഹയർ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഹെഡിങ്ങുകൾ കാണാൻ പറ്റും. ഇവിടെ ഏത് നാഷണാലിറ്റി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പ്ലേസ്, പിൻകോഡ്, ക്വാളിഫിക്കേഷൻ, ഇങ്ങനെ കുറേ ഹെഡിങ്ങുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സൈറ്റിൽ നിലവിൽ നമുക്ക് 50,000 കാൻഡിഡേറ്റ് ആണുള്ളത്. അപ്പോൾ ഈ 50,000 കാൻഡിഡേറ്റിനെ ഫിൽട്ടർ ചെയ്യണം. നമുക്ക് ഈ 50,000 പേരിലേക്ക് വേണ്ട, നമുക്കൊരു 1000 പേരിലേക്കോ 2000 പേരിലേക്ക് പോയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കുന്നത് പാലക്കാടാണല്ലോ ഈ സ്ഥാപനം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക, നാഷണാലിറ്റി എടുക്കുക, ഇന്ത്യ എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളുടെ സ്റ്റേറ്റ് കേരള കൊടുക്കുക. കേരള കൊടുത്തു. പിന്നീട് ഡിസ്ട്രിക്ട് പാലക്കാട് കൊടുക്കുക. ഓക്കെ, ഇനി വേണമെങ്കിൽ പിൻകോഡ് വെച്ചൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അതിനുശേഷം നമുക്കിപ്പോൾ അതൊന്നും ആവശ്യമില്ല. നമ്മൾ പാലക്കാടിലേക്ക് മൊത്തത്തിൽ അയക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? ടെലികോളറാണ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് കൗൺസിലാണ്. അപ്പോൾ നമുക്ക് ഫീമെയിൽ മാത്രം മതി. ഫീമെയിൽ മാത്രം കൊടുക്കുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ 50,000 എന്നുള്ളത് നമുക്ക് എറൗണ്ട് ഒരു 5,000-6,000 പേരിലേക്ക് ചുരുങ്ങി. കണ്ടോ, 133 ഷീറ്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഒരു ഷീറ്റിൽ 25 കാൻഡിഡേറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആളുകൾക്ക് മാത്രമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ജോബ് ഇൻവിറ്റേഷൻ അയക്കാം. ഓക്കെ, ഈ ഇൻവൈറ്റ് ഓൾ ക്ലിക്ക് ചെയ്താൽ മതി. വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ ഇത്രയും ആളുകളിലേക്ക് നമ്മുടെ ജോബ് നോട്ടിഫിക്കേഷൻ പോയി. ഇനി ഇവർ റിപ്ലൈ ചെയ്യണം. അത് ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് സ്ഥാപനം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടണമെന്നില്ല. ജസ്റ്റ് എന്നാലും ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കാം. നേരെ തിരിച്ച് നമ്മൾ നേരെ പോസ്റ്റഡ് ജോബിലേക്ക് പോവുക. പോസ്റ്റഡ് ജോബ് നോക്കുന്ന സമയത്ത് ഇവിടെ വീണ്ടും ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതുണ്ടോ, വ്യൂ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നമ്മൾ ജോബ് പോസ്റ്റ് ചെയ്ത സമയത്ത് ഇത് ഉണ്ടായിരുന്നില്ല. ഇത്രയും പേർക്ക് ഇൻവിറ്റേഷൻ അയച്ചപ്പോൾ പുതിയൊരു ഓപ്ഷൻ കയറി വന്നു, വ്യൂ ആപ്ലിക്കേഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചിരിക്കുന്ന ആളുകളുടെ പേരെല്ലാം ഇവിടെ കാണാൻ പറ്റും. എല്ലാം പെൻഡിങ് കണ്ടോ. ആരെങ്കിലും കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൻഡിങ് മാറിയിട്ട് അവിടെ അപ്ലൈഡ് എന്നാക്കും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്കിതെല്ലാം കണ്ടുപിടിക്കാൻ പാടായതുകൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റവും മുകളിൽ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക, അപ്ലൈഡ് മാത്രം ആക്കുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ ആരും ഉണ്ടാവില്ല. ആരും നിലവിൽ അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മളൊന്ന് ജസ്റ്റ് പിറ്റേ ദിവസം നാളെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്ലൈഡ് ആരും വന്നിട്ടില്ല, നോ മോർ ആപ്ലിക്കേഷൻ. അപ്പോൾ നാളെ ഒന്ന് ജസ്റ്റ് ഇത് ഈ സമയത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. ആ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും. അവരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ കാണാൻ പറ്റും. അതേപോലെ തന്നെ അവരുടെ കോൺടാക്റ്റ് നമ്പർ, അവരുടെ എക്സ്പീരിയൻസ്, അവരെന്താണോ അവരുടെ പ്രൊഫൈൽ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അവരുടെ നമ്പറിലേക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൾ ലെറ്റർ ഇഷ്യൂ ചെയ്യാം. മാക്സിമം കോൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് സിസ്റ്റം പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം എല്ലാവരും ഒന്ന് ഇതേമാതിരി തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി തോന്നുന്നു. താങ്ക് യു.